ചെന്നൈ സൂപ്പർ കിങ്സ് ഇസ് ബാക്ക് ബേബീസ്. മഞ്ഞ ദിവസമാണ് ഇന്ന്. KBFC കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു, ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചു. നമ്മുടെ അണ്ണൻ അൽനാസറും കൂടി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഹാപ്പിയോ ഹാപ്പി. ഒരു സ്പോർട്സിനൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? CSKയുടെ ഇന്നത്തെ മെന്റാലിറ്റി, അവരുടെ സ്ക്വാഡ് തന്നെ നോക്കിയാൽ മതി. ഭയങ്കര സ്റ്റേബിൾ ആയിട്ടൊരു സ്ക്വാഡ് ആയിട്ടാണ് തോന്നിയത്. ആൻഡ് അവരുടെ മെന്റാലിറ്റി, ബാറ്റിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും ബൗളിംഗ് ആയാലും വെരി നൈസ്. വെരി നൈസ് പറഞ്ഞാൽ വെരി നൈസ്. സഞ്ജു സാംസന്റെ ഹേറ്റേഴ്സിനുള്ള ശരിപ്പടി അണ്ണൻ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനും കുറെ കുറ്റം പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നല്ലത് കണ്ട നല്ലത് പറയണം. ഈ സഞ്ജു സാംസനെയാണ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂഷ്വലി കാണുന്ന പോലെ തട്ടറോ തൂക്കറോ സുത്രോ എല്ലാ ബോളും സിക്സ് അടിക്കറോ ആ ഒരു സഞ്ജു ആയിരുന്നില്ല എന്ന്. ആളുടെ ഒരു മെന്റാലിറ്റി തന്നെ, ആള് മറ്റേ ഡീപ്പായിട്ട് ഇറങ്ങി നിന്ന് ഭയങ്കര ക്ലാസി ആയിട്ടൊരു നോക്കായിരുന്നു. അടിച്ചു തൂറ്റിക്കാനല്ല നോക്കിയിട്ടുണ്ടായിരുന്നു, നന്നായി ടൈം ചെയ്ത് സ്ലോ ബോൾസ് ഒക്കെ അടിപൊളി പിക്ക് ചെയ്ത് വൃത്തിക്കുള്ള കളിയായിരുന്നു. ആൻഡ് എന്തൊക്കെ സഞ്ജു കളിച്ചു പറഞ്ഞാലും അപ്പുറത്തൊരു മുതുവാഴയുണ്ട്. അണ്ണ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഋതു അണ്ണ, ഇന്ത്യയിൽ പൊല്യൂഷൻ കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറെ മരം നട്ട് പിടിപ്പിക്കുന്ന. ഋതുരാജിന്റെ ബാറ്റിംഗ് കാണുമ്പോ ആ സിനിമ ഡയറക്റ്റഡ് ബൈ ബാബർ അസം അതാണ് തോന്നുന്നത്. 18 ബോൾ 15. ഇത് എന്താണോ ക്യാപ്റ്റൻസ് നോക്ക്? അത് CSK ടെസ്റ്റിൽ ഒരു ലീഗ് തുടങ്ങും, അവിടെ പോയി കാണിച്ചാൽ മതി. ഋതുരാജിന് പറ്റിയ പൊസിഷൻ എനിക്ക് തോന്നുന്നു 1 down ആണ്. ആയുഷ് മാത്രയും സഞ്ജു സാംസണും കൂടി ഇറങ്ങട്ടെ, അവര് അടിച്ച് തൂറ്റിക്കട്ടെ. ആൻഡ് ഡൽഹി ക്യാപിറ്റൽസിന് ഇത്രയും ഒരു നക്കിയ ദിവസം ഒരിക്കലും ഉണ്ടായിണ്ടാവില്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചു ഇതെന്താ മാച്ച് ഫിക്സിംഗ് ആണ്. മറ്റേ ആയുഷ് മാത്രയുടെ റൺഔട്ട്, രാഹുലിന് ഈസി ചാൻസ് രാഹുൽ മിസ്സാക്കി. അത് കഴിഞ്ഞിട്ട് മറ്റേ നിസംഗ ക്യാച്ച് വിട്ടു സഞ്ജുവിന്റെ. മില്ലർ ക്യാച്ച് വിട്ടപ്പോ ഐ വാസ് ലൈക്ക് ദിസ് ഇസ് മാച്ച് ഫിക്സിംഗ്. അല്ലാതെ എന്തോന്ന് അടി നടക്കുന്നില്ല. ഈ ഒരു മിഡ് ഓവേഴ്സ് നോക്കുമ്പോൾ അടി നടക്കുന്നില്ല. ഒരു ലോഡ് ബാറ്റേഴ്സ് വരാനുണ്ട്. യു ഹാവ് ബ്രെവിസ് വരാനുണ്ട്, ഡൂബെ വരാനുണ്ട്, സർഫറാസ് ഖാൻ വരാനുണ്ട്. പക്ഷെ ഇവര് ഔട്ടായല്ലേ വരാൻ പറ്റുള്ളൂ. അവസാനം വിക്കറ്റിന് വേണ്ടി ആയുഷ് മാത്രം റിട്ടയർഡ് ഔട്ട് ആവേണ്ടി വന്നു. ഗതികേട് ആലോചിച്ച് നോക്ക്. DC ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോ എനിക്ക് രാഹുലിനെ വലിയ പേടി ഉണ്ടായിരുന്നില്ല. CSK എപ്പോഴും രാഹുലിന്റെ ചെണ്ടയാണ്. സ്റ്റിൽ നിസംഗ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ 2 നോ ബോൾ കഴിഞ്ഞു കത്തിക്കൽ വിചാരിച്ചു. ആൻഡ് ഓൾമോസ്റ്റ് 6 ഓവേഴ്സിൽ അവർ 60 അടിച്ചു. ഇന്നൊന്നാക്കി തോറ്റു കണ്ടിരിക്കുമ്പോ ഓവർടൺ. ഇന്നത്തെ കളിയുടെ ക്രെഡിറ്റ് കൂടുതലും കൊടുക്കേണ്ടത് സഞ്ജു സാംസനെ പോലെ തന്നെ ഓവർടൺ ആണ്. യജാതി ബോളിംഗ്. ഓവർടണൊക്കെ ഇത്രയും കിടുവായിട്ട് ബോൾ ചെയ്യും. ആ മില്ലറിനെ തൂക്കിയ ഒരു ബോൾ ഉണ്ട് മോനെ, കിട്ടു സാധനമായിരുന്നു. ലിറ്ററലി ഗൂസ് ബംസ് അടിച്ചു. ദിസ് വാസ് ലൈക്ക് എ ത്രില്ലർ സിനിമ. ടുവേർഡ്സ് എൻഡ് ഒക്കെ ആവുമ്പോ സ്റ്റബ്സ് അടിച്ച് തൂറ്റിക്കോ വിചാരിച്ചു, അവിടെയും ഓവർടൺ വന്നു. ബോളിങ് കുറച്ചും കൂടി സ്റ്റേബിൾ ആയ പോലെ തോന്നി. ഓവർടൺ പെട്ടായിരുന്നു. പിന്നെ ഒരു സിംഗ് ഉണ്ടല്ലോ, എന്താണ് ഗുർജപ്നീത, ആള് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കമ്പോജിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആൾക്കാർ, കമ്പോജ് അടി കൊടുത്താലും കമ്പോജ് നെക്സ്റ്റ് ഓവറിൽ വേണ്ടി നല്ല വൃത്തിക്കേറിയുണ്ട്. എഗെയിൻസ്റ്റ് RCB നമ്മൾ നോക്കിയാൽ മതി, ടിം ഡേവിഡിന്റെ കുറ്റി എടുത്തു. അൺഫോർച്ചുനേറ്റ്ലി അത് നോബോൾ ആയിപ്പോയി. അതാണ് പ്രശ്നം. മറ്റേ അശുതോഷ് ശർമ്മ പറഞ്ഞിട്ടുള്ളവനൊക്കെ വന്നിട്ട് അടിച്ചപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. ആ മില്ലർ സ്റ്റബ്സ് ഒരു കോംബോ വരുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു അവരെ കളി കാണാൻ. അറ്റ് ദ സെയിം ടൈം നല്ല പേടി ഉണ്ടായിരുന്നു. IPL 2026 തുടങ്ങിയ സമയത്ത് വിചാരിച്ചു ഇനി കുറച്ച് ദിവസത്തേക്ക് നന്നായി എൻജോയ് ചെയ്യാന്ന്. CSKയുടെ കളി കണ്ടപ്പോ ഉള്ള മനസമാധാനം കൂടി പോയി. ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇന്നത്തെ കളി. എങ്ങനെയെങ്കിലും ഒരു കളി ജയിക്കണം. ഇനി 2-3 കളി തോറ്റാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒരു കളി ജയിക്കണം. ആൻഡ് ഈ സ്ക്വാഡ് ഭയങ്കര സ്റ്റേബിൾ ആയി തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഋതുരാജ് ഒന്ന് ഇറങ്ങി കളിക്കുകയും കൂടി ചെയ്തെന്ന് വെച്ചാൽ അടിപൊളി സ്ക്വാഡ്. അടിക്കാൻ ഒരു ലോഡ് ആൾക്കാരുണ്ട്. സർഫറാസ്, ബ്രെവിസ്, ഇനി ധോണി വന്ന ധോണി. ധോണിയും കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് കളി വെച്ചാൽ ലിറ്ററലി CSK ഈസ് ബാക്ക്ഡാ. അജാതി നല്ലൊരു സ്ക്വാഡാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. DC പൊടിച്ചല്ലോ. DC അങ്ങനെ ചെറിയ ടീമൊന്നും അല്ല. നമ്മൾ വിചാരിക്കും അത്ര വലിയ ഹിറ്റേഴ്സ് ഒന്നും ഇല്ല. സ്റ്റബ്സ് ടുവേർഡ്സ് എൻഡ് വരെ കളി കൊണ്ട്. ടുഡേ ഐ ആം വെരി ഹാപ്പി. സഞ്ജു സാംസൺ അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അക്സെപ്റ്റ് ചെയ്യണം. അടിപൊളി കളി.